ഹായ്, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? എനിക്ക് സുഖമാണ്. പിന്നെ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഞാൻ എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നിങ്ങളെപ്പോഴും എന്നെ കാണുന്ന ഈ കുറച്ച് ദിവസമായിട്ട് നിങ്ങളെന്നെ സ്ഥിരം കാണുന്നത് കുറേ സങ്കടങ്ങൾ പറയുകയും കുറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ്. കാരണം അങ്ങനെ ഒരാൾ വ്യക്തിയായിട്ടാണ് നിങ്ങളെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. പക്ഷേ ഞാൻ എന്നെക്കുറിച്ച് പറയണമല്ലോ. എൻ്റെ പേര് സൈന്ധവി എന്നാണ്. എനിക്കൊരു മകളുണ്ട്. പിന്നെ മകനും ഉണ്ട്. മകനെന്ന് പറയുന്നത് എൻ്റെ അനിയനാണ്. പക്ഷേ എൻ്റെ മകൻ പോലെ തന്നെയാണ്. പിന്നെ എനിക്കൊരു സിസ്റ്ററുണ്ട്. പിന്നെ അമ്മയുണ്ട്. അപ്പം മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷമാകാൻ പോകുന്നു. ഞങ്ങളൊരു കുഞ്ഞ് ഫാമിലിയാണ് കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സ്വന്തമായിട്ടൊരു സൈന്ധവി എന്ന് പറയുന്ന ഓൺ ബ്രാൻഡിൽ ഒരു ചെറിയ ഷോപ്പുണ്ട് തൃപ്പൂണിത്തറയിൽ. ഞാൻ താമസിച്ചിരുന്നത് തൃപ്പൂണിത്തറയിലാണ്. ഇപ്പം ഞാൻ താമസിക്കുന്നത് വൈറ്റിലയിലാണ്. ഇതാണ് എനിക്ക് നിങ്ങളടുത്ത് ഫസ്റ്റ് എനിക്ക് എന്നെക്കുറിച്ച് എന്താണെന്ന് പറയാനുള്ളത്. പിന്നെ ഞാനെന്ന് പറയുന്ന വ്യക്തി എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒത്തിരി ഒളിച്ചോട്ടം നടത്തിയൊരു വ്യക്തിയാണ് കേട്ടോ. ഫസ്റ്റ് ജീവിതത്തിൽ ഒളിച്ചോടിയ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കാരണം ഞാൻ ഒന്നുമല്ല എന്ന് തോന്നിയ ഒരു കാര്യമാണ് നിങ്ങളോട് ഫസ്റ്റ് പറയുന്നത്. ഞാൻ 10ാം ക്ലാസ്സിൻ്റെ എക്സാം എഴുതി. ഇപ്പം തുറന്ന് പറയാം കേട്ടോ. ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകളോടോ എൻ്റെ ബ്രദറിനോടോ ഒന്നും ഷെയർ ചെയ്യാത്തൊരു കാര്യമാണിത്. കാരണം ആ ഒരു കാര്യം എനിക്ക് ആരോടും ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് എൻ്റെ മകളോട് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. കാരണം എൻ്റെ 10ാം ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ അത് ഫെയിലറാണ്. സത്യം, ഞാൻ 10ാം ക്ലാസ് ആദ്യം തോറ്റ വ്യക്തിയാണ്. കാരണം തോക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പഠിക്കാൻ ഭയങ്കര അലമ്പുള്ള വ്യക്തിയായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം ഡാൻസ്, അതായിരുന്നു എൻ്റെ ലൈഫ്. എനിക്കതായിരുന്നു ഇഷ്ടം. പിന്നെ ഇങ്ങനെ ചെണ്ട കൊട്ടുന്നിടത്തൊക്കെ തുള്ളാൻ നടക്കുക എന്നൊരു കാര്യമായിരുന്നു എൻ്റെ ലൈഫിൽ എനിക്കുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് നാടകത്തിൽ അഭിനയിക്കാനും സിനിമ അഭിനയിക്കാൻ ഇഷ്ടമുണ്ടെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. പഠിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഫെയിലർ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലായിടത്തും പറയണം പഠിക്കണമെന്ന് പറയുന്നത്. ആ 10ാം ക്ലാസ് തോറ്റ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തെന്ന് പറയട്ടെ, പോയിസൺ കഴിച്ചു. അതെന്ന് വെച്ചാൽ നാണക്കേട് സഹിക്കാൻ വയ്യ. കാരണം എൻ്റെ കൂടെയാണ് എൻ്റെ സിസ്റ്റർ എക്സാം എഴുതിയത്. കാരണം അവൾ ഫെയിലായില്ല, അവൾ ജയിച്ചു, ഞാൻ വട്ടപ്പൂജ്യം. അപ്പം നാണക്കേടായി, വിഷം കഴിച്ചു ഫസ്റ്റ്. അതേ കണക്ക് പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങളിങ്ങനെ പോയി. പിന്നെ സെക്കൻഡായിട്ട് ഞാൻ എഴുതി തുച്ഛമായ മാർക്കിലാണ് പാസ്സായിരിക്കുന്നത്. പക്ഷെ എന്നാലും പഠിപ്പ് വേണമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഞാൻ മുന്നോട്ട് പോയത്. പഠിപ്പ് എന്ത് എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ എന്നാൽ അതിനുള്ള കഴിവ് എനിക്കില്ല. ഈ 10ാം ക്ലാസ്സിൻ്റെ വെക്കേഷൻ ടൈമിലാണ് എല്ലാ കുട്ടികളും ഈ നമ്മുടെ നാട്ടിൻപുറത്ത് അന്നത്തെ സമയത്ത് തയ്യൽ പഠിക്കാൻ പോകും. പക്ഷേ അന്ന് ഞാനും അതിന് പോയിരുന്നു. നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഞാൻ അന്ന് തയ്യലിന് പോയിരുന്നു. കാരണം അമ്മ പറഞ്ഞു മോള് പോയി തയ്യൽ പഠിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ അമ്മൂമ്മ തയ്യലിന് കൊണ്ടാക്കി. അതൊരു വലിയ ട്യൂട്ടോറിയൽ കോളേജ് പോലെ 2 മാസം തയ്യലാണ് പഠിക്കാൻ പോയത്. അവിടെ പോയിട്ട് ഞാൻ തയ്യൽ പഠിച്ചോ. മെഷീൻ ചവിട്ടാനറിയാം, സ്റ്റിച്ച് ഇങ്ങനെ ചെയ്യാനറിയാം. പിന്നെ ഏതുറക്കത്തിൽ വിളിച്ചാലും നിക്കർ കട്ട് ചെയ്യാനറിയാം. ഇതാണ് 2ാമത്തെ പരാജയം. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ടുള്ള തുടർന്ന് പഠിത്തം മുന്നോട്ട് കൊണ്ട് ഒരു രീതിയിൽ എനിക്ക് പറ്റിയിട്ടില്ല. അലമ്പായിരുന്നു. പക്ഷേ ഞാൻ ജീവിതം സീരിയസ് ആയിട്ട് കണ്ടത് 19 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ ഞാൻ ഫെയിലായിട്ടുണ്ട്. കാരണം എൻ്റെ സിസ്റ്റർ ചെറിയ പ്രായം മുതലേ കാർ ഓടിക്കുന്ന ആളാണ്. അവൾക്ക് വണ്ടിയുണ്ട്, എല്ലാം ചെയ്യും. പക്ഷേ ഇത് കാണുമ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട്, നിനക്ക് വണ്ടി ഓടിക്കാൻ പഠിച്ചുകൂടെ, എന്തെങ്കിലും ഒരു കഴിവ് വേണ്ടേ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് നമ്മുടെ എറണാകുളത്ത് വെച്ചായിരുന്നു. അന്ന് ഞാൻ പോൺസിൽ വർക്ക് ചെയ്യാണ്. ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കേട്ടോ. സത്യം പറയാം, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. കാരണം ഈ വണ്ടി പഠിക്കാൻ പോകുമ്പോഴേ എനിക്ക് താഴെയുള്ള ഈ 3 സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര ടെൻഷൻ തരും. അതെന്താണ്, അതെങ്ങനെ ക്ലച്ച് ഇപ്പോഴും. കാരണം ഞാൻ ആ ഫസ്റ്റ് ടെസ്റ്റിൽ പാസ്സായൊരു വ്യക്തിയാണ് ഡ്രൈവിങ്ങിൽ. എന്നിട്ടും ഞാൻ ഇന്ന് വരെ കാർ ഓടിച്ചിട്ടില്ല. കാർ ഓടിച്ചില്ലെന്ന് പറയത്തില്ല, കാർ ഓടിച്ചിട്ടുണ്ട്. അതും കേട്ടോളാം നിങ്ങൾ. കാരണം എന്ന് വെച്ചാൽ ഞാൻ അന്ന് ആ സമയത്ത് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ലൈഫിൻ്റെ ഒരു 10, 23, 24 വയസ്സ് 25 വയസ്സോളം ആയി. ആ സമയത്ത് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിച്ചു. ആ കാറിന് വേണ്ടി ഒരു ടെസ്റ്റ് ഡ്രൈവറിന് അന്ന് വണ്ടി കൊണ്ടുവരും, ആ ഫിയറ്റ്. ആ വണ്ടി കൊണ്ടുവന്ന സമയത്ത് ആ വണ്ടി ഓടിച്ച് ഞാൻ ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതും ആ പയ്യൻ ഒരു കസ്റ്റമറുടെ വണ്ടി എടുത്തുകൊണ്ടാണ് എന്നെ ഈ വണ്ടി കൊണ്ട് കാണിക്കാൻ വേണ്ടി വരുന്നത്. പുള്ളി വിചാരിച്ച് ഞാൻ ഭയങ്കര എക്സ്പീരിയൻസാണ്. ഞാൻ പുള്ളിയോട് ഓൾറെഡി പറഞ്ഞു, ബ്രദർ ഞാൻ ഇങ്ങനെ കൂടുതൽ വണ്ടിയൊന്നും ഓടിച്ച് ശീലമില്ലാത്ത ആളാണ്. കുഴപ്പമില്ല സിസ്റ്റർ, വണ്ടി ഓടിച്ചോളാൻ പറഞ്ഞു. ആ വണ്ടി കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് ഇടിച്ചു. അത് ഏതൊരു കസ്റ്റമറുടെ വണ്ടിയായിരുന്നു. അത് കൊണ്ടുവച്ച് ഇടിച്ചു.
ആ ആ പിന്നെ ഫിയറ്റിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, അതിൻ്റെ ആ പീസ് പൊട്ടിച്ച് അതോടെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സ്റ്റോപ്പായി. പിന്നെ ഞാൻ ചെയ്തത് വെച്ചാൽ എനിക്ക് ടൂ വീലർ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ടൂ വീലർ ഞാനൊരു എന്താ പറയുക, ഒരു 17 വയസ്സ് മുതൽ ടൂ വീലർ ഞാൻ ലൈസൻസ് ഇല്ലാതെ ഓടിച്ചിട്ടുണ്ട്. ആ ആ ടൂ വീലർ ഓടിച്ച് ഞാൻ പലയിടത്തും പോയിട്ടുണ്ട്. പക്ഷേ പല പ്രാവശ്യവും എറണാകുളത്ത് വെച്ച് പോലീസ് എന്നെ പിടിച്ചിട്ടുണ്ട്. ലൈസൻസ് തിരക്കും. അന്നേരം പറയുമോ വീട്ടിൽ വെച്ച് മറന്നതാണ്, ഇല്ലെങ്കിൽ എടുക്കാൻ മറന്നു, മഴയായതുകൊണ്ട് എടുത്തില്ല എന്നൊക്കെ പലപ്പോഴും എന്നെ റിപ്പീറ്റ് ചെയ്ത് പോലീസുകാർ പിടിച്ചിട്ടുണ്ട്. അന്നേരം അവർ പറയുന്നത് ഇനിയെങ്കിലും ലൈസൻസ് എടുക്കാൻ നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പിടിച്ച് അകത്തിടുമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഈ കാറിൻ്റെതും ഈ ടൂ വീലറിൻ്റെതും രണ്ടും കൂടെ ഒരുമിച്ച് ലൈസൻസ് എടുക്കാൻ കാരണം. പക്ഷേ കാറിന് എനിക്ക് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ കിട്ടിയത് ആ SI അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് മേലെ വണ്ടി ഓടിച്ചിട്ട് എറണാകുളം സിറ്റിയിൽ കാണരുതെന്ന് പറഞ്ഞിട്ടാണ് കാറിൻ്റെ ലൈസൻസ് എനിക്ക് തന്നത്. പക്ഷേ ആ വാക്ക് ഞാൻ ഇന്നും പാലിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ വണ്ടി ഓടിച്ചിട്ടില്ല. പിന്നെ അതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കണം കേസ് എൻ്റെ അവസ്ഥ. അന്നേരം ഞാൻ അതിൽ നിന്നൊക്കെ ഒളിച്ചോടുകയാണ് ചെയ്തത്. ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒളിച്ചോട്ടമാണ് എൻ്റെ ലൈഫിൽ നടന്നത്. അതൊന്നിനും ഒരു പരിഹാരമല്ല. സീരിയസ്ലി പറയാം, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കണമെന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്കതിലൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. വിശ്വാസം മാത്രമേ ഉള്ളൂ, പക്ഷേ പറ്റിയിട്ടില്ല. അതുപോലെ ഡാൻസ് പഠിക്കണമെന്ന് വിചാരിച്ചു. അതും ചെറുതിലെ പഠിച്ചിട്ടുണ്ട്. അത് അന്യം പറഞ്ഞാൽ പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് എല്ലാം ശരിയാക്കി വന്നപ്പോഴാണ് പണ്ടാര അടങ്ങാൻ ഒരു ബാക്ക് പെയിൻ വന്ന് അത് സ്റ്റോപ്പായി. പിന്നെ ചെറുതിലെ വയലിൻ പഠിച്ചിട്ടുണ്ട്. വയലിൻ പഠിച്ചപ്പോൾ അനിയൻ എനിക്ക് എന്ത് പറഞ്ഞു, ഞാൻ വയലിൻ ഇനി വേണമെങ്കിൽ പഠിക്കാൻ പോകുന്നു. ഞാൻ പറയാം ഇല്ല ഇനി അതൊന്നും പഠിക്കാനൊന്നും പോകുന്നില്ല, മനസ്സിലാവത്തില്ല, ഇത് ശരിയാവത്തില്ല പറയുമ്പോൾ അനിയൻ ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് എനിക്ക് വയലിൻ മേടിച്ചതുണ്ട്. അതിപ്പോഴും എൻ്റെ അലമാരിയുടെ മേളിൽ ഇരിപ്പുണ്ട്. ഞാനതും പഠിക്കാൻ പോയിട്ടില്ല. അന്നേരം ലൈഫിൽ പല തോൽവിയാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. ഒന്നും നേരെ ആക്കി ഞാൻ ചെയ്തിട്ടില്ല ഉള്ള സത്യം പറഞ്ഞാൽ. പിന്നെന്താ ചെയ്തത്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ജീവിതം തോൽവിയുടെ അങ്ങ് അറ്റത്തെത്തി നിന്ന ഒരാളാണ് ഞാൻ കേട്ടോ, സത്യം പറയാണ്. അതുകൊണ്ട് കേസ് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മൾക്ക് ആ തോൽവിയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോകുന്നത്, അവിടെ തുടങ്ങും നമ്മുടെ വിജയം. ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചിന്തിക്കും, എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ വീണ്ടും പഴയ സൈന്ധവിയാകും. അന്നേരം ഇനിയും അങ്ങോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ ആഗ്രഹങ്ങളും പിന്നെ എനിക്ക് പുറം സ്ഥലങ്ങൾ കാണാം. അതായത് രാജ്യം വിട്ടൊന്നുമല്ല, പല സ്ഥലങ്ങൾ ഇന്ത്യയിലായാലും എവിടെയും പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ദുബായിലായിരുന്നു, അറിയാമല്ലോ, ഞാൻ ജീവിച്ചതെല്ലാം ദുബായിൽ തന്നെ ആയിരുന്നു. പിന്നെ ഇവിടെ ഇന്ത്യയിൽ ഞാൻ ഒരു സ്ഥലം കണ്ട് അധികം ഞാൻ എങ്ങും പോയിട്ടില്ല. ഞാൻ പോണ ടെമ്പിൾ മാത്രമാണ്, അമ്പലങ്ങളിൽ മാത്രമാണ് സ്ഥിരം പോകുന്നത്. ഞങ്ങൾ ഈ കഴിഞ്ഞ ഓണത്തിന് ഞാനും മോനുസും കൂടെ മധുര മീനാക്ഷി കോവിലിൽ പോയി. എല്ലാ ഓണത്തിനും അവിടെ പോകാനാണ് ആഗ്രഹം. പിന്നെ എപ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ വഴക്കിട്ടിട്ടുള്ള വ്യക്തി സിസ്റ്ററുമായിട്ടാണ്. ഏറ്റവും കൂടുതൽ വഴക്കിടുന്നത് മകളുമായിട്ടാണ്. ഇപ്പോൾ ആ ഒരു ഇതിലാണ് ഞങ്ങൾ രണ്ടുപേരും. പിന്നെ ബ്രദറുമായിട്ട് ഒരു രീതിയിലും വഴക്കൂടാറില്ല. കാരണം ബ്രദറെന്ന് പറയുന്നത് എന്താ പറയുക, എൻ്റെ ജീവനാണ്. അവനോട്ട് ഒരു രീതിയിലും വഴക്കൂടാൻ എനിക്ക് ഇഷ്ടമല്ല, പിണങ്ങിയിരിക്കാൻ ഇഷ്ടമല്ല. എന്നിട്ട് നിങ്ങളെല്ലാം ചോദിക്കും മകളെക്കാട്ടിയും അനിയത്തിയെക്കാട്ടിയും ഏറ്റവും ഇഷ്ടം അനിയനോടാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് ഞാൻ പറയും എൻ്റെ ബ്രദറിനോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന്. കാരണം എൻ്റെ ജീവനാണ് അവൻ. കാരണം എന്താ പറയുക, നമ്മളെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്നത് ഫീലാവുന്നത് എനിക്ക് അവനിൽ നിന്നാണ്. മറ്റവർക്കുണ്ടെങ്കിൽ നിഷ്കളങ്കത ഇല്ലെന്നല്ല, പക്ഷേ എനിക്ക് അവരെക്കാട്ടി കൂടുതൽ സ്നേഹം ഉണ്ട് എന്ന് ഫീൽ എപ്പോഴും തോന്നുന്നത് എൻ്റെ ബ്രദറിനോടാണ്. കാരണം അവന് ഇത്തിരി കൊഞ്ഞ എന്നോട് കൂടുതലാണ്, ഞാനും അവനോട് ഇത്തിരി കൊഞ്ഞ കൂടുതൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷേ സിസ്റ്റർ സ്നേഹമില്ലാത്ത ആളൊന്നും അല്ല കേട്ടോ, ഭയങ്കര സ്നേഹമാണ്. ചില സമയത്തേ ഉള്ളൂ അവൾക്ക് പിരിവിരിപ്പ് വരുന്നത്. പക്ഷേ ആൾ പാവമാണ്. കാരണം അവൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ചില സമയത്ത് അവളെ മനസ്സിലാക്കിയില്ലെന്ന് എനിക്ക് ഫീൽ വരാറുണ്ട്. എനിക്ക് ദേഷ്യം വരുവാൻ എന്തോ അവളെ അങ്ങ് പറയും. അവളും തിരിച്ച് പറയും, പക്ഷേ എനിക്കതെന്തോ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ചില സമയങ്ങളിൽ. അന്നേരം ഇതൊക്കെയാണ് ഞാൻ. എന്ന് വെച്ചാൽ ആരോടും വിരോധമൊന്നും വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു വ്യക്തിയൊന്നും അല്ല ഞാൻ. വെറും ഒരു പാവമാണ്. എപ്പോഴും സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാ ആൾക്കാരും ഇരിക്കുന്ന കാണാനാണ് എനിക്കിഷ്ടം. അതുപോലെ സീരിയസ്ലി പറയാം, ഇപ്പോൾ എനിക്കിതിൽ തന്നെ കുറച്ച് കൂട്ടുകാരുണ്ട്, എന്നെ സ്ഥിരം കാണുന്ന വാച്ച് ചെയ്യുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. ഞാൻ കണ്ടില്ലെങ്കിലും അവർക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട്. എന്നെങ്കിലും എല്ലാവരും എവിടെയെങ്കിലും വെച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, എന്നെ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്നെ കണ്ടു വന്നാൽ എൻ്റെ അടുത്ത് സംസാരിക്കണം കേട്ടോ. കാരണം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വന്ന് എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാവും. കാരണം ഈ ഇടയ്ക്ക് എന്നെ ഇവിടെ നമ്മുടെ കൊടുങ്ങല്ലൂർ വെച്ച് ഏതോ ഒരാളെന്നെ കണ്ടു. പക്ഷേ എനിക്ക് അവരെ അറിയില്ല, അവർക്ക് എന്നെ അറിയാം. അന്നേരം തീർച്ചയായിട്ടും എന്നെ യൂട്യൂബ് കാണുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്നും മിണ്ടേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അന്നേരം ആ വ്യക്തി എന്നോട് മിണ്ടിയില്ല, എന്നെ കണ്ടു എന്ന് പറഞ്ഞ് എന്താ ജസ്റ്റ് ഒന്ന് മിണ്ടിയാൽ. കാരണം
ഞാൻ ഭയങ്കരയൊന്നുമല്ല, ഞാൻ ഒരു പാവ സ്ത്രീയാണ്. പിന്നെ വിഷമം കൊണ്ടാണ് ഇങ്ങനെ വന്നിരുന്ന് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയുന്നത്, അല്ലാതെ മനസ്സിലൊന്നും വെച്ച് പെരുമാറുന്നൊരു വ്യക്തിയല്ല ഞാൻ. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ആരെങ്കിലുമൊക്കെ വന്ന് എൻ്റെ സ്നേഹത്തോടെ വിളിച്ചാൽ ഞാൻ ആ വഴിക്ക് പോകുന്ന ഒരാളാണ്. അല്ലാതെ വൈരാഗ്യമോ ഇല്ലെങ്കിൽ അപ്പം പറയും ഞാൻ ജീവിതകാലത്ത് ആരുടെ മിണ്ടത്തില്ല എടുക്കത്തില്ല. പക്ഷെ അതൊന്നുമല്ല, ഞാൻ വെറും പാവമായ സ്ത്രീയാണ്. എനിക്ക് എന്നെ തന്നെ അറിയാം, എനിക്ക് ആരോടും വാശിയോ വൈരാഗ്യമോ ഒന്നും കൊണ്ട് ജീവിതകാലത്ത് നടക്കാൻ പറ്റത്തില്ല എന്നൊക്കെ എനിക്ക് എന്നെ തന്നെ അറിയാം. പിന്നെ എന്നെ ഏറ്റവും കൂടുതലായിട്ട് ലൈഫിൽ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ മോനൂസാണ്. അത് എനിക്ക് പറയാതെ വയ്യ. കാരണം ഉറക്കത്തിലും ഓടിലും എപ്പോഴും എൻ്റെ ഒപ്പം എൻ്റെ എല്ലാ സ്വഭാവങ്ങളും അറിയാതെ ഒരേ ഒരു വ്യക്തി എൻ്റെ മോനൂസാണ്. അതുകൊണ്ടാണ് എനിക്ക് അവനോട് ഇത്ര അറ്റാച്ച്മെൻറ്റും. കാരണം അവനില്ലാതെ ഇപ്പം മോളിപ്പോൾ എന്നോട് പിണങ്ങി ഇരുന്നിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട്. പക്ഷേ മോനൂസ് ഇല്ലാതെ എനിക്ക് അങ്ങനെ ഇരിക്കാൻ പോലും പറ്റത്തില്ല. കാരണം രാവിലെ ഷോപ്പിൽ പോയാൽ ഞാൻ വീട്ടിലാണെങ്കിൽ ഞാനൊരു 2-3 പ്രാവശ്യമെങ്കിലും ഞാൻ അവനെ വിളിച്ചവൻ്റെ സ്വരം കേൾക്കും. കാരണം ഇപ്പം മോള് എന്തായിരുന്ന ഒരു കാലത്ത് അതാണ് എനിക്കിപ്പോൾ എൻ്റെ അനിയൻ. കാരണം അവളെ ഇത് കാണൊക്കെ അറിഞ്ഞു. ഞാൻ ദുബായിയുടെ സമയത്ത് അവൾ ഹോസ്റ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും 100 പ്രാവശ്യം ഫോൺ ചെയ്യുമായിരുന്നു. ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഞാൻ വിളിക്കുമായിരുന്നു, കാരണം എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതേ ശല്യമാണ് എൻ്റെ ബ്രദറിനുള്ളത്. കാരണം എപ്പോഴും ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും, എന്ത് ചെയ്യുന്നു, അങ്ങ് വണ്ടി ഇവിടെ എടുത്തോണ്ട് പോയാൽ പോലെ 100 ഫോൺ സൂക്ഷിക്കണേ. കാരണം എനിക്ക് സ്നേഹിക്കുന്നവർക്കൊന്നും വരരുത്, ഇല്ലെങ്കിൽ അവർ ആപത്തിൽ ചെന്ന് പെടരുതെന്ന് ഭയങ്കര പേടിയാണ്. കാരണം ഞാൻ ഭയങ്കര ഭയമുള്ള സ്ത്രീയാണ്. അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ. അപ്പം നിങ്ങളാരും വിചാരിക്കരുത് ഞാൻ ഭയങ്കരമായ ഒരു സ്ത്രീയാണെന്നും ഇല്ലെങ്കിൽ ഭയങ്കരമായ ഒരു അമ്മയാണെന്നൊന്നും ആരും വിചാരിക്കരുത്. ഞാൻ അങ്ങനൊരു സ്ത്രീയല്ല. ഞാൻ ഭയങ്കരമായ സ്ത്രീയല്ല, ഭയങ്കരമായ സിസ്റ്ററല്ല, ഭയങ്കരമായ അമ്മയല്ല, പിന്നെ ഭയങ്കരമായ മകളുമല്ല. കാരണം അമ്മയ്ക്ക് നല്ലൊരു മകളാവാനാണ് ഇഷ്ടം, അപ്പയ്ക്ക് നല്ലൊരു മകളായിരുന്നു. അതുപോലെ അനിയത്തിക്ക് നല്ലൊരു ചേച്ചിയായിരുന്നു. കുറ്റങ്ങൾ കണ്ടാൽ അവളെ മുഖത്ത് നോക്കി ഞാൻ പറയുന്നത് ചേച്ചിയായിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ അനിയന് ഞാൻ ചേച്ചിയാണ് അമ്മയുമാണ്, ഇത് രണ്ടുമാണ്. പിന്നെ മകൾക്കേ ഉള്ളു എന്നെ മനസ്സിലാക്കാതെ പോയത്. അവൾക്ക് ഞാൻ എന്നും അവളുടെ അമ്മ തന്നെയാണ്, മരിക്കും കാലം വരെ അങ്ങനെ തന്നെയാണ്. അതൊരിക്കലും എനിക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. പിന്നെ അവരെവിടെ ഇരുന്നാലും ഒരു സന്തോഷം സമാധാനത്തോടെ ഇരിക്കണം എന്നൊരാഗ്രഹം. കാരണം നമ്മുടെ മക്കൾ എവിടെ പോയിരുന്നാലും നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കത്തില്ലേ, ആ ഒരു ആഗ്രഹമാണ്. കാരണം ഞാൻ കൊടുത്തണക്ക് തന്നെ എൻ്റെ മകൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു അമ്മയുടെയും അഹങ്കാരമാണ്. അന്നേരം ആ ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. കാരണം അവൾക്കൊരു കുറവും വരുത്തരുത്, അവൾ പോകുന്ന വഴിക്കാൽ അവൾ ഇടുന്ന ഡ്രസ്സായാലും എല്ലാം. കാരണം അത് ഞാൻ ശ്രദ്ധിച്ചണമെങ്കിൽ വേറെയുള്ളവർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവൾ അങ്ങനെ ഇരിക്കണം, ബ്യൂട്ടി പാർലറിൽ പോകണം, പിരിവം ത്രെഡ് ചെയ്യണം, ഫേഷ്യൽ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. പക്ഷെ അതൊക്കെ കുറയുമോ, ഇല്ലെങ്കിൽ അവളത് ചെയ്യുമോ, ഇല്ലെങ്കിൽ അവൾക്ക് അതിനുള്ള പൈസ ഉണ്ടോ എന്നൊക്കെ ഉള്ള ഒരു പേടിയും ഭയവുമാണ് എന്നെക്കൊണ്ട് ഈ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയിക്കുന്നതും. പിന്നെ അവളെ മിസ് ചെയ്യുമ്പോൾ കൂടുതൽ ടെൻഷനാവും. അതൊക്കെയാണ് കേട്ടോ, അല്ലാതെ നിങ്ങളാരും എന്നെ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇന്നെനിക്ക് നിങ്ങളോട് പറയാനുള്ള എൻ്റെ ഈ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കും, സമാധാനത്തോടെ ഇരിക്കും, ഞാൻ ഹാപ്പിയാണ്. പിന്നെ ചില ആൾക്കാർ പറഞ്ഞു ചേച്ചി ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ചേച്ചിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്. ശരിയാണ് പറയുന്നത്, എന്നോടത് പറയുന്നത് കറക്റ്റ് തന്നെയാണ്. ഞാൻ ഇത് തന്നെ ആലോചിച്ചിരുന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചേച്ചി വേറെ വീഡിയോകൾ ചെയ്യുന്നതാണ് പല ആൾക്കാരും എന്നോട് പറയുന്നത്. സത്യം തന്നെയാണ്. ആ പറഞ്ഞ സഹോദരിമാർക്ക് എല്ലാ സഹോദരിയോ അല്ലെങ്കിൽ ആരാണെങ്കിലും ഒരുപാട് കടപ്പാടുമുണ്ട്, സ്നേഹമുണ്ട്. കാരണം എനിക്കറിയാത്ത കാര്യങ്ങളാണ് എന്നിലേക്ക് പലരും പറഞ്ഞു തരുന്നത്. അന്നേരം അത് ഞാൻ മനസ്സിലാക്കണം. ഞാൻ അത്ര വലിയ പഠിപ്പുള്ള വ്യക്തിയൊന്നുമല്ല. ഇതുപോലെ പിന്നെ ബിസിനസ് മാനേജ്മെൻറ്റ് പ്രൈവറ്റിൽ പഠിച്ചിട്ടുണ്ട്, അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഗൾഫിൽ പിടിച്ചു നിന്നതും ജീവിച്ചതും എല്ലാം. പിന്നെ വേറെ രീതിയിൽ ഒന്നുമില്ല, മനസ്സിലായോ? അല്ല നിങ്ങൾ ആരും ചിന്തിക്കല്ലേ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കും, സന്തോഷമായിട്ടിരിക്കും, സമാധാനമായിട്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.